ദ റെംനന്റ്. റെംനന്റ് എന്ന് പറഞ്ഞിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശേഷിപ്പ്, ഒരു ശേഷിപ്പ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ പോകുന്ന ഉടനെ ഒരു കാര്യം മനസ്സിലാകുന്നു, ഈ കർത്താവിന് എന്തൊക്കെ വന്നിരുന്നാലും ശരി, ഒരു രാജ്യത്തിലെ എല്ലാ ആൾക്കാരും എത്ര മോശമാണെന്ന് കണ്ടിരുന്നാലും അതിനകത്ത് ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചേക്കും എപ്പോഴും. അതായത് അതിൻ്റെ ആദ്യത്തെ ഒരു എക്സാമ്പിളാണ് ലോകത്തുള്ള സകല മനുഷ്യരും പാപികളായിപ്പോയി, ഒരുത്തരും പോലും ഇല്ലയോ എന്നിങ്ങനെ നോക്കിയപ്പോൾ നോഹയെ കണ്ടു. ജലപ്രളയത്താൽ സകലരെ കൊന്നുകളഞ്ഞു. പക്ഷേ നോഹയും അവൻ്റെ മക്കളെയും അവരുടെ ഭാര്യമാരെയും കർത്താവ് സൂക്ഷിച്ചു. ആകെ 8 പേര്. ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ റെംനന്റ്, ഒരു ശേഷിപ്പ്. നമ്മളിങ്ങനെ വേദപുസ്തകത്തിൽ കൂടെ പോകുന്ന ഉടനെ നമുക്ക് കാണാം ദൈവം തമ്പുരാൻ ഒരു ശേഷിപ്പിനെ എപ്പോഴും സൂക്ഷിക്കും. എവിടെ ആയാലും ഒരു ശേഷിപ്പ്. എടാ ഇതെന്താ കാര്യം? ഞാനൊന്ന് തിരക്കി പോയപ്പോൾ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഈ ശേഷിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. എന്താണെന്നറിയോ? തുണിക്കടയിൽ പല റോൾ ഇങ്ങനെ വെക്കും. അതിനകത്ത് 1 മീറ്ററിൽ കുറവായിട്ടുള്ളത് മേടിക്കാൻ ആരും വരുത്തില്ല. അതിനെ ശേഷിപ്പെന്നാണ് പറയുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ശേഷിപ്പ് അങ്ങനല്ല, നേരെ വിപരീതമാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് 10 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം ആ ശേഷിപ്പിനെ എടുത്ത് ഭദ്രമായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് വെക്കും. ദൈവം തമ്പുരാൻ ശേഷിപ്പിനെ എടുത്ത് ഭദ്രമായ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കി എല്ലാ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ബാക്കിയുള്ളത് നശിച്ചു പോകുന്ന പൊക്കോട്ടെ. പക്ഷേ ഈ ദ റെംനന്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ ഗോഡ്. ഇതിന് ഒരുപാട് തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഈ ബുക്കിനകത്ത്. ബുക്ക് ചെറുതാണ്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും ദൈവമേ അവിടുത്തെ കരുണ എത്ര വലുതാണ്. അവിടുത്തെ ഒരു ശേഷിപ്പിനെ അവിടുന്ന് എത്ര കരുതലോടുകൂടിയാണ് ഓരോ സ്ഥലത്തും അവിടുന്ന് അവരെ നോക്കി കാത്തു സൂക്ഷിക്കുന്നത്. ഇത് അനുഭവിക്കാൻ ഇടവരുന്ന ആൾക്കാർ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ച് നോക്കാവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ ആൾക്കാർ ഈ കോവിഡ് വന്ന് ചത്തുപോയി. നമ്മൾ ചത്തോ? ഇല്ലല്ലോ. ഒരു പക്ഷേ നമ്മൾ ഈ ശേഷിപ്പിനകത്ത് പെട്ടതായിരിക്കും. ഇതുപോലെ ദൈവം തനിക്ക് പ്രിയപ്പെട്ടവരെ ആദ്യമേ അങ്ങ് മാറ്റിവെക്കും. അവരെടുക്ക കോവിഡും വരുത്തില്ല, ഒരപകടവും അവർക്ക് വരികയില്ല. അവരുടെ പേരാണ് ഒരു ശേഷിപ്പ്. വേദപുസ്തകത്തിലെ ശേഷിപ്പെന്നുള്ളതും തുണിക്കടയിലെ ശേഷിപ്പെന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ എല്ലാവരെയും കർത്താവ് ഒരു ശേഷിപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ 2ാമത്തെ വരവിങ്കൽ നമ്മളെല്ലാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വച്ചേക്കുന്ന ഒരു റെംനൻ്റാണിത്. എൻ്റെ 6 പുസ്തകത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് തരുന്നതിനിടയാക്കിയ കർത്താവിന് സ്തോത്രം.